സേ നോ ടു ഡ്രഗ്സ് വളരെ ശക്തമായി കേരളം രാസലഹരിയോട് മയക്കുമരുന്നിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ മിഷൻ്റെ 5ാം ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കോഴിക്കോട് നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് വളരെ ക്യുക്കായി ഒന്ന് പറഞ്ഞു പോകാം. കോഴിക്കോട് വീണ്ടും വൻ ലഹരി വേട്ട എന്നുള്ളതാണ്. 1 കിലോയോളം ഹാഷിഷ് ഓയിലും MDMA-യും പിടികൂടിയിരിക്കുന്നു. 22 ഗ്രാം MDMA-യുമായി 2 പേരാണ് പിടിയിലായത്. കല്ലായി സ്വദേശി NP ഷാജഹാൻ, അതുപോലെ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാസി എന്നിവരാണ് പിടിയിലായത്. നടക്കാവ് പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. അതിൻ്റെ 5ാം ഘട്ടത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട പോരാട്ടത്തിൻ്റെ വളരെ ശക്തമായ വിവരങ്ങൾ ആണ് ഈ കോഴിക്കോട്ടെ വൻ ലഹരിവേട്ടയുടെ ഈ വാർത്ത. അത് ഗൗരവത്തോടെ തന്നെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ്. 1 കിലോയോളം ഹാഷിഷ് ഓയിലും MDMA-യുമാണ് പിടികൂടിയിട്ടുള്ളത്. 22 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായിട്ടുണ്ട് എന്നതുകൂടി അതിലെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഈ സർക്കാർ LDF സർക്കാർ വളരെ ശക്തമായി തന്നെ ഈ ലഹരിക്കെതിരായ പോരാട്ടം നടത്തുമ്പോൾ അതിൻ്റെ 5ാം ഘട്ടത്തിലേക്ക് ഇന്നലെ മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് 5ാം ഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി. ഇപ്പോൾ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കഴിഞ്ഞ വർഷം 60 പേർക്കാണ് 10 വർഷത്തിലേറെ തടവ് വാങ്ങിച്ചു കൊടുത്തത്. എക്സൈസും പോലീസും ഒക്കെ ചേർന്ന് എക്സൈസ് പിടികൂടിയ ലഹരിക്കടത്ത് കേസുകളിലെ പ്രതികളിൽ കഴിഞ്ഞ വർഷം മാത്രം 10 വർഷമോ അതിലേറെയോ തടവ് ശിക്ഷ ലഭിച്ചത് 60ഓളം പേർക്കാണ്. എന്ന് വെച്ചാൽ ഇവയൊക്കെ പിടികൂടുന്നു, തെളിവ് സഹിതം അത് കോടതിയിലേക്ക് എത്തിക്കുന്നു. ഈ കടത്തുകാരെ, മയക്കുമരുന്ന് കടത്തുകാരെ വലിയ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു എന്നതുകൂടി കാണണം. അപ്പോൾ അത്ര ശക്തം. അതുപോലെ സ്കൂൾ പരിസരങ്ങളിൽ 1034 കേസുകളാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ 2021 മുതൽ 24 വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം ആളുകൾ ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്, 2024. ഇപ്പോൾ ഉദാഹരണത്തിന് 2021 നോക്കിയാൽ 2083 പേരാണ് ശിക്ഷിക്കപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ അത് 2024 വന്നപ്പോൾ 4474 പേരായി എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്ര ശക്തമായ നിലയിലേക്ക് ഈ കേസുകൾ, ഈ പോലീസും എക്സൈസും ഒക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ വരുന്നു. ലതീഷ് കൂടി ചേരുന്നു. ലതീഷ്, വലിയ വാർത്തയാണ്. കോഴിക്കോട്ട് വൻ ലഹരി വേട്ട വളരെ ശക്തമായി. ഇപ്പോൾ 5ാം ഘട്ടത്തിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് മിഷൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഇന്നലെയാണ് മുഖ്യമന്ത്രി ആരംഭിച്ചത്. 5ാം ഘട്ടം 4 ഘട്ടം പിന്നിട്ടിട്ട് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ലഹരി വേട്ടയുടെ വിവരം കോഴിക്കോട്ട് നിന്ന്. ലതീഷ്. ശരത്, 1 കിലോയോളം ഹാഷിഷ് ഓയിലും അതേപോലെ തന്നെ 22 ഗ്രാം MDMA-യുമായാണ് 2 പേരെ പോലീസ് പിടികൂടിയത്. കല്ലായി സ്വദേശികളായ NP ഷാജഹാൻ, അതേപോലെ ലക്ഷദ്വീപിൽ നിന്നുള്ള മുഹമ്മദ് വാസി എന്നിവരാണ് പിടിയിലായത്. നടക്കാവ് പോലീസും ഡാൻസാഫ് സംഘവും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ്, അല്ലെങ്കിൽ അവർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇത്രയും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അന്തർ സംസ്ഥാന ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ പോലീസും എക്സൈസ് സംഘവും കണ്ടുപിടിക്കട്ടെ. ലഹരിക്കടത്തുകാരെ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ ശക്തമായി ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് കൂടുതൽ കരുത്തോടെ പോകട്ടെ. വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് ലതീഷ് ഇപ്പോൾ നൽകിയത്.